വൈകുന്നേരത്തെ ചായക്ക് നേന്ത്രപ്പഴവും ഒരു മുട്ടയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറ സമയത്തും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് മാത്രം മതിയാകും കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ടയും കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ്, പുയ്യാപ്ല സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നോമ്പ് തുറയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ ചേർത്താലും മതി. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എടുക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. സാധാരണ അത് മാത്രമാണ് കേട്ടോ എടുക്കാറ്. ഇനിയിപ്പോൾ ബദാം പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ അണ്ടിപ്പരിപ്പിൽ നിന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ച് ചേർക്കരുത്, മുന്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതല്ലേ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ഇനി അടുത്ത ചേരുവ ചേർത്താൽ മതി. പക്ഷേ ഞാനെല്ലാം ഒരുമിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് നേരത്തെ അരിഞ്ഞ് വെച്ച പഴം കൂടിയും ചേർക്കുന്നത്. അത്യാവശ്യം പഴുത്ത നല്ല മധുരമുള്ള പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പഴം വാട്ടുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു മഞ്ഞ കളറായി വരും. അപ്പോൾ പഴം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൽ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ പഴവും അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ശർക്കരപ്പൊടി ഉണ്ടല്ലോ, ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പൊടി ആയാലും നമുക്ക് അത്യാവശ്യം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ പഴവും മുട്ടയൊക്കെ അധികം എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടിയിട്ട് എടുക്കാം. ഈ ഒരു പഴവും ഒരു മുട്ടയും കൊണ്ട് തന്നെ അത്യാവശ്യം 2 ആൾക്ക് കഴിക്കാനുള്ള അളവിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കൊക്കെ തയ്യാറാക്കുന്നതാണെങ്കിൽ ഒരു 2-3 പഴവും അതുപോലെ അതിനണക്കായിട്ടുള്ള മുട്ടയും എടുക്കേണ്ടി വരും. ഒരു പഴത്തിന് ഒരു മുട്ടയാണ് കണക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഈ ഒരു പഴം വാട്ടിയതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് തന്നെയാണ് ഞാൻ മുട്ട ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ട ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതൊരുപാട് അളവിലൊന്നും ഇല്ലല്ലോ, നമുക്കിതിൽ മുട്ട ഒഴിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരുമിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാണ്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, അതായത് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഒരു പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ മുട്ട നല്ലപോലെ ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടൂ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും അതുപോലെ തന്നെ ആ തേങ്ങയും നട്ട്സും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര ഒഴിവാക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശർക്കരപ്പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ കണ്ണൂർ ഭാഗങ്ങളിൽ സൽക്കാരങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കായികൃത എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പുയ്യാപ്ല സ്പെഷ്യൽ ഐറ്റമാണ്. രാവിലെ പുയ്യാപ്ലമാർക്കൊക്കെ കൊടുക്കുന്ന, അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവരെ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം കൂടിയാണ് ഈ ഒരു കായികൃത. കാരണം വളരെ സിമ്പിളാണ്. പഴവും മുട്ടയും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാകും. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ആ വിശപ്പിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്